ലത്തീഫയിലേക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണിക്കേരളം ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് അകലാട് മൂന്നേനി അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഉമ്മ രണ്ട് ചെറിയ പെൺമക്കൾ ഇവരുടെ ഒരു സങ്കടകരമായൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ഉപ്പ മരിച്ചിട്ട് 2 വർഷമായി. ഈ 2 വർഷത്തിന് മുന്നേ അവർ ഉപ്പ ഉണ്ടാക്കി കൊടുത്തൊരു വീടാണിത്. ഈ വീട് എന്ന് പറഞ്ഞാൽ ചെറ്റ വീടൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയാലോ. ഒരു കൊല്ലത്തിൽ ആ വീടിനെ ഓല അഴിച്ച് പുതിയ ഓല വെക്കണം. വാരികൾ അതുപോലെ തന്നെ അതിൻ്റെ മല്ല് ഇതൊക്കെ കേടായിട്ടുണ്ടെങ്കിൽ ആ മല്ലൊക്കെ മാറ്റി പുതിയ ഓല വെച്ച് വർഷം ഓലപ്പുര കെട്ടി പുതിയതാക്കി പണിയണം. ഇവിടെ ഒരു ഉപ്പ മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ഈ 2 വർഷത്തിന് മുന്നേ ഉണ്ടാക്കി കൊടുത്ത വീടാണ്. ഈ വീടിൻ്റെ അവസ്ഥയാണ് കാണുന്നത്. ഞാനും നിങ്ങളൊക്കെ അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഇവിടെ ഒരു ഉമ്മയും 2 മക്കളും മരണം മുന്നിൽ കണ്ടിട്ടാണ് രാത്രി ഈ വീട്ടിൽ കിടന്നുറങ്ങുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മല്ലും ഈ വാരിയൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മാണിക്കക്കാലം നിങ്ങൾ ചെയ്യേണ്ട ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും പ്രവാസി ഗ്രൂപ്പിലൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പാൻ കാത്തിരിക്കുന്ന മുതലാളിമാരുണ്ട്. ആ മുതലാളിമാരുടെ കയ്യിൽ കിട്ടുന്നത് വരെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ടേലും ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീട്ടുകാർ താമസിക്കുന്ന വാർഡിലെ മെമ്പറേയും ആശാ വർക്കറേയും ഈ വീട്ടുകാരെയും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ഇതാണ് ഈ വീട്ടിലെ ഉമ്മ, 2 പെൺമക്കൾ. നിങ്ങളെ പേരെന്ന് പറഞ്ഞോളേ. മോളെ പേര് നസ്രിയ അല്ലേ? മോളെ പേരോ? നാസിയ. നസ്രിയ എത്ര പഠിക്കുന്നത്? 6ല്. മോളോ? 2ാം ക്ലാസ്സിൽ. താമസിക്കുന്നത്. ഭർത്താവ് മരിച്ചിട്ട് എത്ര കൊല്ലായി? 2 കൊല്ലായി അല്ലേ? ഇപ്പൊ എങ്ങനെയാ നിങ്ങൾ ജീവിതമൊക്കെ കഴിഞ്ഞു പോണത്? സഹായിച്ചിട്ടാണ് എന്റെ ജീവിതം മുന്നോട്ട് പോയിരിക്കുന്നത്. മക്കളെ ഭാവി ആണ് നിങ്ങൾക്കുള്ള പേടി. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ചെറിയ മക്കളെ ഭാവിയെ കുറിച്ചിട്ടാണ് എന്തായാലും ഒരു ഉമ്മാക്കും ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാവുന്നത്. ആ ഒരു ചോർന്നൊലിക്കുന്ന ഈ വീട്ടിൽ നിന്നും നല്ലൊരു വീട്ടിലേക്ക് വരെ മാറ്റാൻ നിങ്ങളും ഒരു സഹായം ചെയ്യില്ലേ? അതിപ്പോ എത്ര കൊല്ലമുണ്ട്? ഇതിപ്പോ ഭർത്താവ് മരിക്കണം മുന്നേ കിട്ടിയത്. അപ്പൊ 2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഓലപ്പുരൊക്കെ കൊല്ലത്തിൽ ഒരിക്കൽ പുതുക്കി പണിയണം അല്ലേ? ഇൻഷാല്ലാ. മക്കളെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾക്കും അത് തന്നെയാണ് ആഗ്രഹം അല്ലേ? നല്ലൊരു വീട് വേണമെന്നുള്ളത് തന്നെ അല്ലേ? അപ്പൊ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന സഹായം ചെയ്തു കൊടുക്കുക. മണിക്കേരള ഇവർ താമസിക്കുന്ന ഈ വാർഡിലെ മെമ്പറും ആശാ വർക്കറും ഉണ്ട്. അപ്പൊ നമുക്ക് മെമ്പറോടൊന്ന് ചോദിക്കാം എന്താണ് ഇവരുടെ അവസ്ഥ എന്നുള്ളത്. ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞു? എന്റെ പേര് ചിതു രാജേഷ്. പൊന്നൂർ ഗ്രാമപഞ്ചായത്ത് 18ാം വാർഡ് മെമ്പറാണ്. കാരാട്ടയിൽ അബു സൗദ അവര് താമസിക്കുന്നത് എന്റെ വാർഡിലാണ്. സൗദ എന്നവരുടെ ഭർത്താവ് 2 വർഷം മുൻപ് അസുഖം ബാധിച്ച് മരണപ്പെട്ടിട്ടുള്ളതാണ്. ഇവർക്ക് അവർക്ക് 2 പെൺമക്കളാണുള്ളത്. ചെറിയ 2 കുട്ടികളാണ്. സ്കൂളിൽ പഠിക്കുന്നവരാണ്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഏറ്റവും വലിയ അവരുടെ ആഗ്രഹവും ഇവർക്ക് വേണ്ടതുമായിട്ടുള്ളത് അടച്ചുറപ്പുള്ളൊരു വീടാണ്. നമ്മൾ ഈ വീട് കണ്ടാൽ മനസ്സിലാവും ഈ വീട്ടിൽ എങ്ങനെയാണ് അവർ താമസിക്കുന്നത് എന്നുള്ളത്. എല്ലാരെ പോലെയും അവർക്കും മക്കൾ വലുതായി വരികയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം വീടുകളിൽ നിൽക്കുക എന്ന് തന്നെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ദിവസം പത്രം എടുത്താലും ഫോൺ എടുത്താലും TV വെച്ചാലൊക്കെ കേൾക്കുന്ന കാര്യങ്ങളാണ്. കുഞ്ഞു കുട്ടികളെ ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയണതാണ്. അപ്പോ അവർക്ക് അടച്ചുറപ്പുള്ളൊരു വീട്, ചെറുതായാലും വലുതായാലും അത് അടച്ചുറപ്പുണ്ടാവുക എന്നുള്ളതാണ്. ഈ മക്കളായിട്ട് അവർക്ക് താമസിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട അവരെ സഹായിക്കാൻ പറ്റുന്നവരെ അവരെ സഹായിക്കുക, അല്ലാത്തവര് ഷെയർ ചെയ്ത് സഹായിക്കുക. ഞാൻ 18ാം ആശാ വർക്കറാണ്. കൂടാതെ ഞാനിപ്പോ ഈ കാരാട്ട് സൗദയുടെ അയൽവാസിയും കൂടിയാണോ? ഒരു അടച്ചുറപ്പില്ലാത്ത വീടും 2 പെൺകുട്ടികളും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾ പവളായാലും പേടിച്ച് ജീവിക്കുകയാണ്. നിമിഷം എന്താ എവിടുന്നാണ് ആക്രമണം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. വീടിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ ഇതിന്റെ ഉള്ളിൽ എങ്ങനെ നേരം വിളിപ്പിക്കണ രാത്രി ഒരു സൗണ്ട് കേട്ടാലും ഞാൻ അവിടെ എപ്പോഴും പറഞ്ഞു എപ്പോ വിളിച്ചോട്ടെ, എപ്പോ വിളിച്ചാലും അതന്നെ വലിയൊരു കാര്യം. അത് അവൾക്ക് അറിയാം. എപ്പോ വിളിച്ചാലും ഏത് പാതിരിക്ക് വിളിച്ചാലും ഓടി എത്തുന്നുള്ള ഒരു സാഹചര്യം കൂടി. അപ്പൊ ഒരു അടച്ചുറപ്പുള്ളൊരു വീട് അതൊന്നും ശരിയാക്കി കൊടുക്കല്ല നല്ലവരായവരോട് പറയണു. ആ പെൺകുട്ടികളുടെ അവസ്ഥ അവളുടെ അവസ്ഥ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അടച്ചുറപ്പുള്ള വീട്ടിലാണ് താമസിക്കാൻ പേടിയാണ്. അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഒരു വീട്ടിലൊക്കെ എങ്ങനെ കുട്ടികള് ഈ കുട്ടികളും ചെറിയ മക്കളാണ്, അതും പെൺകുട്ടികളാണ്. നമുക്കൊരു പേടിയാണത്. തീർച്ചയായിട്ടും ശബ്ദം പോലും കേട്ടാലും നമുക്ക്
പേടി തോന്നും. കാരണം എന്താ ഇവിടുന്നൊരു അവൾക്കായാലും മക്കൾക്കായാലും ഒന്ന് മനസ്സ് തുറന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ എല്ലാവരും ഒന്ന് സഹായിച്ച് നല്ലവരായി എല്ലാവരോടും കൂടിയിട്ട് പറയാനും സഹായിച്ചെടുത്ത് അടച്ചുറപ്പുള്ളൊരു വീട്. പൈസ കൊടുത്ത് സഹായിക്കാൻ നിങ്ങളെ കയ്യിലില്ല എങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അല്ലെ മക്കളെ, ഇതൊന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ട് ഇത് പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ കാത്തിരിക്കുന്ന മുതലാളിമാരെ കയ്യിൽ എത്തുന്നത് വരെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ഈ കുടുംബത്തിൽ നിന്ന് സഹായിക്കുക.